ഇങ്ങനെ വരുന്ന വെൻറ്റ് പൈപ്പിൻ്റെ സൗണ്ടിനെക്കാട്ടി രസം എന്താ ഈ താഴത്തേക്കണ ഇങ്ങനത്തെ ഒരു എക്സോസിൻ്റെ ഈ ഒരു സൗണ്ടാണ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സോസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇതധികം ഞാൻ കണ്ടത് മറ്റേ ഇൻസ്റ്റാ റീൽസിലൊക്കെയാണ്. ഇൻസ്റ്റാ റീൽസിൽ ഒരു അത്യാവശ്യം വൈറലായൊരു വണ്ടി ഉണ്ട്. അപ്പം എനിക്ക് തോന്നി അതേമാതിരി ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം അധികം ആരും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അധികം ആരും അങ്ങനത്തെ വീഡിയോസൊന്നും ഇല്ല, അധികം എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യണതും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇന്ന് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. കാര്യം പറഞ്ഞു നോക്കാം, എന്നിട്ട് നമുക്ക് വെൽഡ് ചെയ്യണ വീഡിയോ ബാക്കി നമ്മൾ കാണാം. അപ്പം സംഭവം കാര്യങ്ങളൊക്കെ വണ്ടി കഴിച്ചിട്ടിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഇത് ഈ കൈ ലെവലിലേക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതുമലേക്ക് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടി ഇത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടില്ലേ. ഇതേമാതിരി കട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടില്ലേ എക്സോസ്റ്റിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ വെക്കണം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം നീട്ടി കട്ട് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ആവും ഈ പീസ്. അപ്പം എന്നാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ആദ്യം ഇത്ര വ്യത്യാസം ഉണ്ടല്ലോ, ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ ഇപ്പോൾ അധികം ഇതാണ് ഇവിടെ കട്ട് ചെയ്യാനാണ് നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞതാ ഇതിൻ്റെ ഇവിടെ വരെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ തെറ്റുണ്ട്, കാരണം ഇത് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ സൈലൻസർ വെച്ചപ്പം ടയർമേലേക്ക് ഇതാണ്ടില്ലേ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കേടുവാണ്, ടയർ പോവുകയും ചെയ്യും. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന്
ഇവിടുന്ന് ഇത്ര മറ്റേ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഈ ഭാഗത്തേക്ക് തന്നെ കട്ട് ചെയ്തെടുത്ത് പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നുള്ളത് കുറച്ച് ഈ ടച്ച് ചെയ്ത് നിൽക്കണ അവിടെ നിന്ന് ഇവിടേക്ക് ഇനി നമുക്ക് വെൽഡ് ചെയ്തിട്ട് ബാക്കി കാണാം. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. നമുക്ക് അന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം കാര്യങ്ങളും. കാരണം ഭക്ഷണം കഴിക്കാതെ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ നമ്മളവിടെ ചിലവാക്കിയിരുന്നു ഈ സാധനം ഉണ്ടാക്കാൻ. കാരണം അത്രയ്ക്കും കഷ്ടപ്പാട്. കാരണം ഞാൻ മാത്രമേ, മൂപ്പർക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. അപ്പം പിന്നെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എങ്ങനെയാണ് ക്ലാമ്പ് കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ അത് നിർത്തിയത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്നു. കാരണം ഇത് എക്സോസ്റ്റ് എങ്ങനെയാണ് വെച്ചാൽ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ക്ലാമ്പ് വെച്ചതാ ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ടാണ് കണ്ടത്. ഇവിടുന്ന് നേരെ താഴത്തോട്ട് മറ്റേതൊന്നും ഞാൻ ചെയ്താൽ ഇവിടെ ഒരു ഇതുണ്ട് ഇനി, പക്ഷേ ഇവിടെ ചെയ്തിട്ടൊന്നും റെഡി ആവണില്ല. ദയമായി നിൽക്കണമൊന്നുമില്ല. ടൈറ്റായി നിൽക്കണമല്ലോ നമുക്ക്, പക്ഷേ ടൈറ്റായി നിൽക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം ഒരു ക്ലാമ്പ് എടുത്തിട്ട് 2 ക്ലാമ്പാണ് മെയിനായിട്ട് ഇതിൽ ആവശ്യം. അപ്പോൾ ആദ്യത്തെ ക്ലാമ്പ് എടുത്ത് ഇതേമാതിരി ഇങ്ങനെ വെക്കുക. പിന്നെ രണ്ടാമത്തെ ക്ലാമ്പ് ജോയിൻ്റ് മറ്റേ ഇവിടുന്ന് ടൈറ്റ് ആക്കാതെ മുന്നേ ഇവിടുന്ന് ഇതാദ്യം ചെറുതായിട്ടൊന്ന് ടൈറ്റ് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് പ്ലെയർ കൊണ്ടൊന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ടൈറ്റ് ചെയ്യും. പിന്നെ ഇത് കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം എനിക്ക് പ്രാവശ്യം അനുഭവം ഉള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റിൻ്റെ ബോൾട്ട് ലൂസായിപ്പോയി. എന്നിട്ട് നിലത്ത് വീണ് അതിൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, പൊട്ടിയത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ ലൂസ് ആവണ്ട വെച്ചിട്ടാണ് കമ്പി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചെയ്തത്. നമുക്ക് റണ്ണിങ് ഷോട്ട് എടുത്തിട്ട് കാര്യമില്ല. കാരണം ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എയർ മാത്രം കേൾക്കുക. അപ്പം ഒരു കാര്യമില്ല. നമ്മൾ പറയണമൊന്നും കേൾക്കുമില്ല. അതുകൊണ്ട് നമ്മൾ മൈക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത വീഡിയോ ആകുമ്പോൾ നമുക്ക് മൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ ആദ്യം DB നമ്മൾ DB ആണ് ഊരി വെച്ചത്. അപ്പോൾ ആദ്യം DB ഊരിയ സൗണ്ട് കേട്ടിട്ട് DB ഉള്ള സൗണ്ട് ഒന്ന് കേൾക്കും. ഓണല്ലോ ഓഫാക്കി മാറും. ഇനി നമുക്ക് DB വെച്ചിട്ട് സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് DB ഊരിയപ്പം ചെറുതായിട്ട് പണി തന്ന് എന്താ വരച്ച് കഴിഞ്ഞാൽ DBൻ്റെ സ്ക്രൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടോ പോയി ലാസ്റ്റ് മൊത്തം കഴിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം നമ്മൾ വെൽഡ് ചെയ്തത്. ഇനി നമ്മൾ കയറ്റണ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് DB ഇട്ടതിന് ശേഷം ബാക്കി ഞാൻ ഓരോന്ന് കയറ്റണ ഓരോ സ്റ്റെപ്പുകളും കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ DB ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കയറ്റണ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് നോക്കട്ടെ. A few moments later.
tomorrow. അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെ ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും.